ഹലോ എവരിവൺ, MySQL ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അതിൽ എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ MySQL ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നമ്മൾ എത്തുക. ഈ കാണുന്ന വിൻഡോയാണ് ക്വറി. ഇവിടെയാണ് നമ്മൾ ക്വറീസ് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ സ്കീമാസ് എന്ന് കാണാം. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസുകൾ കാണിക്കുക. ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഔട്ട്പുട്ടിലാണ് ആക്ഷൻ ഔട്ട്പുട്ട്. ഇവിടെ നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ ക്വറീസും സക്സസ് ആണെങ്കിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിൽ എറർ ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും. അപ്പോൾ ആദ്യം നിങ്ങളൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കുറേ ടാബ്സ് കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൽ കാണുന്ന ഫസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ SQL ടാബ് ഫോർ എക്സിക്യൂട്ടിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉള്ള കമാൻഡാണ് ക്രിയേറ്റ് കമാൻഡ്. ക്രിയേറ്റ് ഡാറ്റാബേസ്. ഓക്കെ, ക്രിയേറ്റ് ഡാറ്റാബേസ് കഴിഞ്ഞിട്ട് ഡാറ്റാബേസിൻ്റെ നെയിം കൊടുക്കണം. ഫോർ എക്സാമ്പിൾ മൈ ഡാറ്റാബേസ് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് ഞാൻ MD എന്ന് കൊടുക്കുകയാണ്. എന്തും കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അവസാനം സെമിക്കോളൻ കൊടുക്കണം, എന്നാലാണ് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി റൺ ചെയ്യുന്നതിന് ഇവിടെ മൂന്നാമത്തെ ഐക്കൺ എക്സിക്യൂട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+Enter ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. ക്രിയേറ്റ് ഡാറ്റാബേസ് MD. ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ അത് സ്കീമാസിൽ നമുക്ക് കാണുന്നില്ല. അതിന് ഇവിടെ റീഫ്രഷ് ചെയ്യണം. ഈ സ്കീമാസിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ഇവിടെ റീഫ്രഷ് ആയി MD എന്ന ഡാറ്റാബേസ് ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഡാറ്റാബേസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡാണ് യൂസ് കമാൻഡ്. യൂസ് MD സെമിക്കോളൻ ഓക്കെ എക്സിക്യൂട്ട്. ഓക്കെ, യൂസ് ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ടേബിൾ ഈ ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് കമാൻഡ്. ഡ്രോപ്പ് MD സെമിക്കോളൻ ഓക്കെ എക്സിക്യൂട്ട്. പക്ഷെ ഒരു എറർ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഗ്രീൻ ടിക്ക് അല്ലല്ലോ ഇവിടെ വന്നത്. കാരണം ഇവിടെ ഡ്രോപ്പ് MD എന്നല്ല കൊടുക്കേണ്ടത്, ഡ്രോപ്പ് ഡാറ്റാബേസ് MD എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഡ്രോപ്പ് ഡാറ്റാബേസ് MD എക്സിക്യൂട്ട്. ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഈ സ്കീമാസിൽ നിന്നും നമ്മുടെ ഡാറ്റാബേസ് മിസ്സായിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഡ്രോപ്പ് ചെയ്യാനും പഠിച്ചു. ഇനി ഒരു ടേബിൾ എങ്ങനെ ഡാറ്റാബേസിനകത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ആദ്യം ഒരു പുതിയൊരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഡാറ്റാബേസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എംപ്ലോയീസിൻ്റെ ഡാറ്റാബേസ് ആണ്. സോ നമുക്ക് ഡാറ്റാബേസിൻ്റെ നെയിം എംപ്ലോയീസ് ഡാറ്റാബേസ് എന്നുള്ളത് ED എന്നാക്കാം. ED. ഓക്കെ, ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം ഡാറ്റാബേസിന്, ED. ഓക്കെ, റൺ ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റിഫ്രഷ് ചെയ്താൽ കാണാം ED. ഓക്കെ, ഇനി ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ED. ഓക്കെ, യൂസ് ED എക്സിക്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിനകത്തൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുള്ള കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ. ED ഡാറ്റാബേസ് നെയിമാണ്. നമ്മൾ ടേബിളിന് വേറൊരു നെയിം കൊടുക്കണം. ടേബിളിന് നമുക്ക് എംപ്ലോയീസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വർക്കേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പാരന്തിസിസ് എന്നിട്ട് അവസാനം സെമിക്കോളൻ. ഓക്കെ,
ഈ പാരന്തിസിസിനകത്താണ് നമ്മൾ കോളം നെയിംസ്, ഈ ടേബിളിനകത്ത് വരേണ്ട കോളം നെയിംസ് കൊടുക്കണം. ഇതൊരു ടാബ് ക്ലിക്ക് ചെയ്ത് ഒരു സ്പേസ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. അതാവും കുറച്ചുകൂടി കാണാൻ ഒരു നല്ലത്, ബെറ്റർ. ഓക്കെ, ഫസ്റ്റ് കോളം നെയിം നമ്മൾ കൊടുക്കുന്നത് എംപ്ലോയീസ് ഐ ഡി. ഇവിടെ സ്പേസ് ഇടാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അണ്ടർസ്കോർ ആണ് കൊടുക്കുന്നത്, എംപ്ലോയി ഐ ഡി. ഓക്കെ, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മളിവിടെ ഡാറ്റ ടൈപ്പ് കൊടുക്കും. ഡാറ്റ ടൈപ്പ് നമുക്കറിയാലോ, SQLന് ഇത് ഏത് ടൈപ്പ് ഡാറ്റ ആണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുകയാണ്. എംപ്ലോയി ഐ ഡി ഇൻറ്റിജർ ആണല്ലോ, സോ INT എന്ന് കൊടുക്കാം. ഓക്കെ, കോമ, നെക്സ്റ്റ് ഫസ്റ്റ് നെയിം, ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം. ഓക്കെ, സ്പേസ് ഡാറ്റ ടൈപ്പ് വർച്ചാർ ആണല്ലോ, വർച്ചാർ. ഓക്കെ, വർച്ചാറിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ് കൊടുക്കണം, എത്ര ക്യാരക്ടേഴ്സ് അതിൽ വരാൻ എന്നുള്ളത് ഒരു എക്സ്പെക്റ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈസ് കൊടുക്കുന്നത്. ഒരു 20 ക്യാരക്ടേഴ്സ് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ 20 എന്ന് കൊടുക്കാം. കോമ, 20-നകത്ത് എത്ര വരെ വേണമെങ്കിൽ 10 കൊടുക്കാം, 80 കൊടുക്കാം, എത്രയും കൊടുക്കാം. ഇവിടെ ഞാൻ 20 ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം വർച്ചാർ ആണല്ലോ. ഓക്കെ, സൈസ് ഇവിടെയും ഒരു 20 കൊടുക്കാം. ഓക്കെ, കോമ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, പിന്നെ നമുക്ക് ഹവർലി പേ അണ്ടർസ്കോർ പേ. ഹവർലി പേ ഒരു പക്ഷേ ഇപ്പോൾ മന്ത്ലി സാലറി അല്ലെങ്കിൽ ആനുവൽ സാലറി ഒക്കെ ഹവർലി പേ ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഡെസിമൽ ആണ് ഇവിടെ ഡാറ്റ ടൈപ്പ് വരുന്നത്. സോ ബ്രാക്കറ്റിൽ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എത്ര നമ്പർ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 3,3 കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ 3, റൈറ്റ് സൈഡിൽ 3. ഓക്കെ, കോമ, നെക്സ്റ്റ് ഹയർ ഡേറ്റ്, ഹയർ ഡേറ്റ് ഡേറ്റ് ഡാറ്റ ടൈപ്പ് ആണല്ലോ. ഓക്കെ, ഡേറ്റ്, കോമ. ഇനി പ്രൈമറി കീ ഏതാന്ന് കൊടുക്കണം. പ്രൈമറി കീ എന്താണെന്ന് അറിയാലോ, ഒരു യുണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ളതാണ് പ്രൈമറി കീ. ഓക്കെ, ഇതില് പ്രൈമറി കീ നമുക്കറിയാലോ, എംപ്ലോയി ആയിട്ടാണ് ഇതിൽ പ്രൈമറി കീ. കാരണം ഇപ്പോൾ ഫസ്റ്റ് നെയിം ഒക്കെ ഒരു പേരുള്ള സെയിം ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും സെയിം ആയ ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഹവർലി പേ സെയിം ആയ ആളുകൾ ഉണ്ടായിരിക്കാം, ഒരേ ഡേറ്റിന് ഹയർ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എംപ്ലോയി ID യുണീക്ക് ആയിരിക്കും. സോ ബ്രാക്കറ്റിൽ എംപ്ലോയി ID ആണ് പ്രൈമറി കീ. ഓക്കെ, ഓക്കെ, ഇവിടെ ലാസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ കോമ കൊടുക്കണ്ട. ഓക്കെ, ഇനി എക്സിക്യൂട്ട്. ഓക്കെ, സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ സ്കീമാസിൽ റീഫ്രഷ് ചെയ്താൽ, യെസ്, ടേബിൾ ക്ലിക്ക് ചെയ്താൽ കാണാം വർക്കേഴ്സ് എന്ന നമ്മുടെ ടേബിൾ. ഓക്കെ, ഇവിടെ കാണാം ടേബിൾ വർക്കേഴ്സ്, അതിലെ കോളംസ് കാണാം. എംപ്ലോയി ID ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അത് പ്രൈമറി കീ ആയതുകൊണ്ടാണ്. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഹവർലി പേ ഹയർ ഡേറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കാണുന്നതിന് വേണ്ടി സെലക്ട് ആസ്റ്ററിസ്ക്, അതായത് സ്റ്റാർ സിമ്പിൾ പോലുള്ള അതാണ് ആസ്റ്ററിസ്ക്. സെലക്ട് സ്റ്റാർ ഫ്രം വർക്കേഴ്സ്, നമ്മുടെ ടേബിൾ നെയിം വർക്കേഴ്സ് ആണല്ലോ, സെമിക്കോളം. ഓക്കെ, എക്സിക്യൂട്ട്. ഇതാണ് നമ്മുടെ ടേബിൾ സ്ട്രക്ചർ. ഫസ്റ്റ് കോളം എംപ്ലോയി ID, സെക്കൻഡ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഹവർലി പേ, ഹയർ ഡേറ്റ്. ഇതിനടിയിൽ റോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇൻസെർട്ട് ചെയ്യുമ്പോൾ അത് ഓരോ റോസ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ടേബിളിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണം. സോ അതിനുള്ള കമാൻഡാണ് റീനെയിം. റീനെയിം ടേബിൾ. ഇപ്പോൾ വർക്കേഴ്സ് ആണല്ലോ, സോ വർക്കേഴ്സ് ടു നമുക്ക്
പുതിയ നെയിം എംപ്ലോയീസ് എന്ന് കൊടുക്കാം. ഓക്കെ, സെമിക്കോളൻ, എക്സിക്യൂട്ട്. ഇവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഓക്കെ എംപ്ലോയീസ് ഓക്കെ മാറിയിട്ടുണ്ട്. ടേബിൾ നെയിം എംപ്ലോയീസ്. ഇനി പോയി ടേബിളിലോട്ട് ഒരു പുതിയൊരു കോളം ആഡ് ചെയ്യണം. ഫോൺ നമ്പർ എന്നൊരു കോളത്തിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ alter കമാൻഡ്, alter ടേബിൾ എംപ്ലോയീസ്. ഓക്കെ, എന്റർ, ആഡ് ഫോൺ നമ്പറാണല്ലോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഫോൺ, സ്പേസ് ഇടാൻ പാടില്ല, ഫോൺ നമ്പർ. ഓക്കെ, ആഡ് ഫോൺ നമ്പർ. വർച്ചാർ ഡാറ്റ ടൈപ്പ് ആണല്ലോ, വർച്ചാർ. സൈസ് കൊടുക്കാം, സൈസ് എത്ര, ഒരു 15 കൊടുക്കാം. ഓക്കെ, 15. സെമിക്കോളം മറക്കാൻ പാടില്ല, കാരണം കംപ്ലീറ്റ് ആവില്ല, അത് എറർ വരും. ഓക്കെ, ഇവിടെ റിഫ്രഷ് ചെയ്ത് ഓക്കെ ഇപ്പോൾ ഫോൺ നമ്പർ എന്ന കോളം ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മോഡിഫിക്കേഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ വർച്ചാർ 15 എന്നുള്ള ഒരു 25 ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 20 ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതാണ് മോഡിഫൈ, alter ടേബിൾ എംപ്ലോയീസ്. ഓക്കെ, മോഡിഫൈ കോളം, ഫോൺ നമ്പർ. വർച്ചാർ ആദ്യം 15 ആയിരുന്നു, നമുക്കൊരു 20 ആക്കാം. ഓക്കെ, സെമിക്കോളം, എക്സിക്യൂട്ട്, റിഫ്രഷ്. ഓക്കെ, ഇവിടെ 20 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫോൺ നമ്പർ എന്നുള്ള കോളം അവസാനമാണല്ലോ, അതിന്റെ പൊസിഷൻ മാറ്റണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കഴിഞ്ഞിട്ട് ഹവർലി പേയുടെയും ലാസ്റ്റ് നെയിമിന്റെയും ഇടയിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ലാസ്റ്റ് നെയിമിന് ശേഷമാണല്ലോ വരേണ്ടത്. സോ ആഫ്റ്റർ ലാസ്റ്റ് നെയിം. ഓക്കെ, സെമിക്കോളം വേണം, എക്സിക്യൂട്ട്, റിഫ്രഷ്. യെസ്, ഇപ്പോൾ ലാസ്റ്റ് നെയിമിന് ശേഷമാണ് ഫോൺ നമ്പർ. ഇതുപോലെ നമുക്ക് ഏത് കോളത്തിന് ശേഷമാണോ വരേണ്ടത് അതിന് ആഫ്റ്റർ ആ കോളം നെയിം കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ആണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ആഫ്റ്ററിന് പകരം ഫസ്റ്റ് എന്ന് കൊടുക്കുക. ഫസ്റ്റ്. ഓക്കെ, എക്സിക്യൂട്ട്, റിഫ്രഷ്. യെസ്, ഇപ്പോൾ ഫസ്റ്റ് ഫോൺ നമ്പർ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ കോളം ഏതെങ്കിലും ഒരു കോളം ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിനുള്ള ഡ്രോപ്പ് കോളം എന്ന കമാൻഡ് ആണ്. സോ നമുക്ക് ഫോൺ നമ്പർ എന്ന കോളം ഡിലീറ്റ് ചെയ്യാം. ഡ്രോപ്പ് കോളം, ഫോൺ നമ്പർ. ഓക്കെ, സെമിക്കോളം, എക്സിക്യൂട്ട്, റിഫ്രഷ്. യെസ്, ഇപ്പോൾ ഫോൺ നമ്പർ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ടേബിൾ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ടേബിൾ, ടേബിൾ നെയിം എംപ്ലോയീസ്. ഓക്കെ, സെമിക്കോളം, എക്സിക്യൂട്ട്. ഇപ്പോൾ ടേബിൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡാറ്റാബേസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഡാറ്റാബേസിനകത്ത് ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ റീനെയിം ചെയ്യാം, അതുപോലെ തന്നെ അതിനുള്ളിൽ എങ്ങനെ ഒരു കോളം ആഡ് ചെയ്യാം, കോളം എങ്ങനെ റീനെയിം ചെയ്യാം, അതിൽ എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതുപോലെ തന്നെ കോളത്തിന്റെ പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ കോളം ഡിലീറ്റ് ചെയ്യാം എന്നെല്ലാം ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു, വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ
അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അത് കണ്ട് മനസ്സിലാക്കാം. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.